നൈജീരിയയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഗാസയ്ക്കും ഫലസ്തീനും വേണ്ടി കരയുന്നവർ നൈജീരിയ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. നൈജീരിയയില് ഏകദേശം 850ഓളം ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരവാദികൾ ബന്ദികളാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ 2025 മെയ്യിൽ ഏകദേശം 72ഓളം പേർ മരിച്ചു എന്നാണ് പറയുന്നത്. 2024 ജൂണിൽ ഏകദേശം 37 പേർ കൊല്ലപ്പെടുകയും 75 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈജീരിയയുടെ പല സ്ഥലങ്ങളിലും ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട്, ആളുകളെ തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നുണ്ട്. പലപ്പോഴും ക്രൈസ്തവരാണ് 850 ക്രൈസ്തവരെ ഇസ്ലാമിക ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ പല തരത്തിലുള്ള ഭീകരവാദികൾ നടക്കുന്നുണ്ട്. എന്നിട്ടും ഈ പലസ്തീന് വേണ്ടി കരയുകയും കണ്ണീരൊഴുക്കുകയും ബ്രെഡും വെള്ളവും ഒക്കെയായി ഇവിടെ നിന്ന് പലസ്തീൻ വരെ പോകാൻ നിൽക്കുകയോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവർ നൈജീരിയ കാണുന്നില്ലേ? അത് മാത്രമല്ല, ഇവിടുന്ന് എന്തെങ്കിലും സന്ധ്യാചർച്ചകളോ അല്ലെങ്കിൽ അന്ത്യചർച്ചകൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങള്, റാലി, ഇതെന്തെങ്കിലും ഇവിടെ കണ്ടോ? ഒന്നുമില്ല. ഈ പറയുന്ന ലോകത്തിൽ ഇപ്പൊ 40 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതില് 3 യുദ്ധങ്ങൾ ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനേക്കാൾ വലിയ ഭീകരമായിട്ടുള്ള യുദ്ധങ്ങളാണ്. അവിടെ ഒന്നും പറയാതെ ഇതിനകത്ത് മാത്രമാണ് സെലക്റ്റീവായിട്ട് ഈ പറയുന്ന ഇവർക്ക് ഈ ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇതിന്റെ കാരണം എന്ത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഗാസയ്ക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളുടെ മനഃശാസ്ത്രപരമായിട്ട് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 3 തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, മുസ്ലിം വികാരം കാരണം വിജൃംഭിക്കുന്നവർ. അതായത് ലോകത്തിലെ ഏത് മുസ്ലിം കൊല്ലപ്പെട്ടാലും, അത് ഭീകരവാദി ആയിക്കോട്ടെ, കൊടും ക്രിമിനൽ ആയിക്കോട്ടെ, അവന് മുസ്ലിം നാമം ഉണ്ടെങ്കിൽ അതിന് വിഷമിക്കും ഇവർ. അങ്ങനെയുള്ള ചില മുസ്ലിങ്ങളുണ്ട്, നല്ല മുസ്ലിങ്ങൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ അവരെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതായത് ഭീകരവാദി മുസ്ലിങ്ങൾക്ക് വേണ്ടി പോലും, ലോകത്തെവിടെയുള്ള ഭീകരവാദി മുസ്ലിങ്ങൾക്ക് വേണ്ടി പോലും കേഴുന്നവർ, പാകിസ്ഥാൻ ഇന്ത്യയോട് ക്രിക്കറ്റ് മാച്ചിന് നോക്കുമ്പോൾ വിഷമിക്കുന്നവർ, അതും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഒരു പ്രത്യേകതരം മാനവികതയാണ്. അതായത് മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു തരം മാനവികതയാണത്. മുസ്ലിങ്ങളെ കൊന്നാൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെയുള്ള ചില ആൾക്കാർ. പിന്നെ ഈ രണ്ടാമത് ലോക്കൽ പൊളിറ്റിക്കൽ പൊസിഷനുള്ള ആൾക്കാരുണ്ട്. അതായത് നമുക്കിതിനെ 2 ഉപതരങ്ങളായിട്ട് ഡിവിഷൻസ് ഉണ്ട് ഇതിന് 2. അത് 2A എന്ന് പറയുന്നത് സംഘി വിരുദ്ധത. അതായത് സംഘികൾ ഇസ്രായേൽ സപ്പോർട്ടർമാരാണ് എന്നുള്ളൊരു പൊതുബോധം ഇവരുടെ ഇടയിലുണ്ട്. ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളൊരു പൊതുബോധം ഉണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് സംഘികൾ എന്ത് ചെയ്യുന്നോ അതിന്റെ നേരെ വിപരീതം പക്ഷം പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഇങ്ങനെയുള്ളവർക്ക് സംഘികൾ ഭയങ്കര ഒബ്സഷനാണ്. അതായത് ഇവരുടെ തലച്ചോറിൽ സംഘികൾ യാതൊരു റെന്റും കൊടുക്കാതെ താമസിക്കുകയാണ്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സംഘികൾ ഇപ്പൊ പലസ്തീനികളെയാണ് പിന്തുണയ്ക്കുന്നെങ്കിൽ ഇവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കും. ഇത്രയേ ഉള്ളൂ. ഇവർക്ക് വേറെ സംഘികൾ എന്ത് ചെയ്യുന്നു നേരെ വിരുദ്ധം ചെയ്യുക, അതിന് ഭയങ്കര അഭിമാനം കൊള്ളുക എന്നുള്ളതാണ്. അല്ലാതെ ഈ വിഷയത്തിന്റെ അർത്ഥം എന്താണെന്ന് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എന്താണ് അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഇവർ ചെയ്യുന്നത്. എന്തുണ്ടെങ്കിലും ലോകത്ത് എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് സംഘികളുടെ പെടലിക്ക് കൊണ്ടിടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പരിപാടി. രണ്ടാമത്തത്, പൊളിറ്റിക്കൽ പൊതുബോധം കൊണ്ട് ഗാസയെ പിന്തുണയ്ക്കുന്നവർ. അതായത് അവരുടെ ഇടതുപക്ഷത്തിനെയാണ് ഞാൻ പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലും ഇസ്രായേലിന്റെ ഉള്ളിലും നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ഇസ്രായേലിന്റെ ഉള്ളിലുള്ള വിമതരുണ്ട്. ഇസ്രായേലിനുള്ളിലും പാലസ്തീൻ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അറിയാം, വിമതര്. അവരും പിന്നെ ഈ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില ഇടതുപക്ഷ ബുദ്ധിജീവികളും ഒക്കെ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ്, ലിബറല് എന്നൊക്കെ പറയാവരാ. ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അതായത് ഗാസയ്ക്ക് വേണ്ടി തിളയ്ക്കാത്ത രക്തമല്ല, മനുഷ്യരക്തമല്ല എന്നാണ് ഇവരുടെ. അങ്ങനെയുള്ള ഈ ഹമാസ് എന്ന് പറയുന്ന അൾട്രാ ഫാസിസ്റ്റ് ആയിട്ടുള്ള ഭീകരവാദികളാണെങ്കിലും ഇവരെ സംബന്ധിച്ച് അവരൊരു പോരാളികളാണ്, വിമോചന പോരാളികൾ. അതായത് സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗാന്ധിജിയെ തീവ്രവാദി എന്ന് വിളിക്കുമോ, ഭഗത് സിംഗിനെ തീവ്രവാദി എന്ന് വിളിക്കുമോ, നീ പിന്നെ ഹമാസിനെയും വിളിക്കരുതെന്ന് എന്നൊക്കെയാണ് ഇവരുടെ ഒരു വാദം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 3ാമത്തെ തരം ആൾക്കാർ അറിയില്ല എന്തായിരിക്കും അറിയില്ല. അപ്പൊ എന്തായാലും 3ാമത്തത് ട്രെൻഡിങ് ആകാൻ വേണ്ടി ഗാസ ഹമാസ് സപ്പോർട്ടർ. അതായത് ഇങ്ങനെയുള്ളവർക്ക് എന്താണ് ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ് എന്താണ്, സംഘികളുടെ രാഷ്ട്രീയം എന്ത്, ഗാസ എന്ത്, അവിടെ എന്താണ് നടക്കുന്നത്, ഇസ്രായേൽ എന്തെന്ന്, ഇസ്രായേലും പാലസ്തീനും ഒന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പം ഗാസ എന്ന് പറയുന്ന രാജ്യമാണ്. ഗാസ വേറെ, പലസ്തീൻ വേറെയാണ്, ഒന്നും അവർക്കറിയില്ല. ഇവർക്ക് അവൻ പിന്തുണയ്ക്കുന്ന ഞാനും പിന്തുണയ്ക്കാം. ചില സമരത്തിനൊക്കെ വരുമ്പോ എന്തിനാ നിങ്ങൾ സമരം ചെയ്ത അവൻ ജയ് വിളിക്കണോണ്ട് ഞാൻ വിളിച്ചു. ഇവരെന്ത് പറഞ്ഞ എന്താണ് ഈ ഒരു കെഫിയ എന്ന് പറയുന്ന സാധനമൊക്കെ ഇട്ട് ഇവരിങ്ങനെ വന്ന് ഈ പാലസ്തീൻ, പ്രോ പാലസ്തീൻ, ഫ്രീ പാലസ്തീൻ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ കൂളല്ലേ, സ്കൂൾ. അതായത് ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മളൊരു കുറച്ചും കൂടെ ഇങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ
ബോധമുള്ളവരാണ്. നമ്മൾ സാധാരണ മറ്റേ ലോക്കൽ ഇതൊന്നുമല്ല, ഇങ്ങനെ കാണിക്കാൻ സോൾട്ട് ആൻഡ് പെപ്പർ മുടി, ഇത്രയുള്ള പൊട്ട്, ഇങ്ങനത്തെ ആന കണ്ണാടി, ഇവിടെ തല ഇവിടെ കെട്ടി വെക്കണം. ഇതൊക്കെയാണ് ഇവരുടെ ഒരു സ്ഥായിയായ ഭാവം. അങ്ങനെയാണെങ്കിൽ ഇവരെ ഈ ലെവലിലേക്ക് ഇവരെ കൊണ്ടുവരിക. അല്ലാതെ സാധാരണ പിന്നെ സംസാരം ആ അത്യാധുനികമായ ആഡംബര ജീവിതത്തിന്റെ മേലിലേക്ക് പുതിയ വാക്ക് പ്രകസനോളികൾ അങ്ങനെ വിളിക്കാം. മീഡിയ മലയാളത്തിന്റെ മാത്രം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല, ഇത് ആദ്യം തന്നെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള 3 പേരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന പാലസ്തീൻ, ഫ്രീ പാലസ്തീൻ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓക്കെ, ഫ്രീ പാലസ്തീൻ ഫ്രം ഇസ്രയേൽ എന്ന് പറയും. ഫ്രം ഇസ്രയേൽ നമ്മൾ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലാണോ അതോ ശരിക്കും ഇതാണോ ജോർഡാനാണോ എന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കും. അല്ലാതെ ഇസ്രയേൽ ജോർഡാനും ഉണ്ട് അടിക്കാൻ എന്ന് ചോദിക്കും. അതാണ് ഇവരുടെ ആൾക്കാർ. ഇവർക്ക് ഈ 3ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ജോർഡാൻ ഇസ്രയേൽ ടീമാണോ? അല്ലല്ല, ജോർഡാൻ ഇപ്പുറത്താണ്, പക്ഷെ ഇസ്രയേൽ എന്ന് പറയും. പക്ഷെ അങ്ങനെ ചോദിച്ച് പറയുന്ന ആൾക്കാരാണ് ഇവര്. അല്ലാതെ ഇവർക്ക് ഗാസ ഇല്ലെന്നാണ് ഇവര് പറയണത്. ഗാസ ഇല്ലെന്ന് പറയുന്നത് പറയും, അങ്ങനെ പറയും. അപ്പൊ അതാണ് സംഭവം. എന്തായാലും ആ ഒരു പെണ്ണിപ്പിള്ള ഇന്നലെ വന്നിട്ട് കരയിടാണ്ട് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് ശാസ്ത്രജ്ഞരും നമ്മൾ ചിരിക്കുന്നതല്ല, കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ആരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ. അതെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ ഇത് പാകിസ്ഥാനും കാണിച്ചിരുന്നു. അതായത് ഈ അവരുടെ മസൂദ് അസറിന്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു, എന്റെ ബന്ധുക്കൾ മരിച്ചു, എനിക്ക്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ, അതും കുഞ്ഞുങ്ങൾ തന്നെയാണ്. നമുക്ക് വിഷമമുണ്ട് ആ കുഞ്ഞുങ്ങൾ മരിച്ചതിന്. അവരൊക്കെ നാളെ വളർന്നു കഴിഞ്ഞ് തീവ്രവാദിയെ ഇന്ത്യയിലോട്ട് വന്ന് ചാവാനുള്ളവന്മാരാണ്. പക്ഷെ നമുക്ക് അത് കുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്ക് വിഷമമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ പേരും എടുത്ത് ഇവർ ഈ കാണിക്കുന്ന, അതായത് ഇസ്രയേൽ ആയിക്കോട്ടെ പാലസ്തീൻ ആയിക്കോട്ടെ, ഈ 2 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? അതാണ് അവരുടെ പ്രശ്നം. ഇവർക്ക് ഇന്ത്യയായിട്ട് ബന്ധം. ഉഗാണ്ടയിൽ ഇപ്പൊ നാളെ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ, ഉഗാണ്ടയിലല്ല, ഇപ്പൊ നൈജീരിയ, നമ്മുടെ വിഷയം നൈജീരിയ ആണല്ലോ. നൈജീരിയ ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കൊല്ലപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഉഗാണ്ടയോ നൈജീരിയയിലോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്ക് അത്, കാരണം അതൊന്നും ശ്രദ്ധിക്കപ്പെടൂലല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. സൊമാലിയയിൽ എത്രയോ പട്ടണി കിടന്ന് മരിക്കും, അവരാരെങ്കിലും ചർച്ച ചെയ്ത് കണ്ണീര് ഒഴിക്കുന്നുണ്ടോ? ഇതൊന്നും ശ്രദ്ധിക്കപ്പെടൂല. ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഗാസ, പലസ്തീൻ, ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതാണ്. അത് ഇവിടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതായത് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് എൻ്റെ ചില സുഹൃത്തുക്കളോട്. അതായത് അവരുടെ മുസ്ലിം ഈ പറയുന്ന സുഹൃത്തുക്കളുണ്ട്, പെൺകുട്ടികൾ. അവര് ഇങ്ങനെ പറയും, അതായത് നീ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നീ മാനവിക വിരോധിയാണ് എന്ന് പറയും. അപ്പം അവരെ സംബന്ധിച്ച് ഈ പറയുന്ന പെൺകുട്ടിയേക്കും ഇവിടെ എന്താണ് വിഷയം എന്ന് അറിഞ്ഞുകൂടാ. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളത്. അപ്പൊ അതായത് സാധാരണ രീതിയിൽ ഇവിടുത്തെ ഇന്ത്യയുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ തലയിൽ എന്ത് കയറ്റിവിടും, ഇങ്ങനെയുള്ള വർഗീയത കയറ്റി വിടുന്നതാണ് അവരുടെ പരിപാടി. അപ്പൊ ഇതെന്ന് പറയുന്നത് യാതൊരു ഉപയോഗമില്ല, ഇന്ത്യക്കാർക്ക് യാതൊരു ഉപയോഗമില്ല. ഈ നൈജീരിയയിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഈ തെക്കൻ കടൂണ സംസ്ഥാനത്ത് ഇസ്ലാമിക് ഗ്രൂപ്പ് തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് കുപ്രസിദ്ധമായിട്ടുള്ള റിജാന വനം, അവിടെ കൊണ്ടുപോയി ക്യാമ്പുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. 800 എന്താണ് സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ദ റൂൾ ഓഫ് ലോയുടെ വെളിപ്പെടുത്തലാണ്. അവരുടെ തന്നെ ഇന്റർ സൊസൈറ്റിയാണ്, അവരുടെ ഒരു വെളിപ്പെടുത്തലാണ്. അതായത് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഹുലാനി ഇടയന്മാരാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. ഇവർ ക്രിസ്ത്യാനികളാണ് എന്നുള്ളത് കൊണ്ടാണ്, അതാണ് ഒരേ ഒരു കാരണം, വേറെ കാരണങ്ങളൊന്നുമില്ല. തട്ടിക്കൊണ്ട് പോകുന്ന ഒരു കറുത്ത വർഗ്ഗക്കാർ, മറ്റൊരു കറുത്ത വർഗ്ഗക്കാർ. അപ്പൊ ഇവര് അല്ലാതെ വർഗത്തിന്റെ ഒരു കറുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് തട്ടിക്കൊണ്ട് പോയി കൊല്ലണം, അങ്ങനെയല്ല. മതമാണ് അവിടെ പ്രശ്നം. അപ്പൊ തീവ്രവാദി ആക്രമണത്തിന് ഇരയായവരിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ സമാഹരിച്ച് ഇൻസൈഡ് റിജാന നൈജീരിയസ് ഫോറസ്റ്റ് ഹോസ്റ്റേജ് എന്ന തലക്കെട്ടിൽ ട്രൂത്ത് നൈജീരിയ ഈ മാസം ആദ്യം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിച്ചിട്ടാണ് ഈ പറയുന്ന ഇതെല്ലാം കണക്കുകളൊക്കെ വരുന്നത്. മാസങ്ങളോളം തടവിലാക്കപ്പെട്ട ഇരകൾ താമസിക്കുന്ന 11 വലിയ ക്യാമ്പുണ്ടെന്നാണ് പറയുന്നത്. ഓരോന്നിലും 50-ലധികം ആൾക്കാർ, ഏകദേശം 30 തടവുകാരുള്ള 10 ചെറിയ ക്യാമ്പുകളുണ്ടെന്നും പറയുന്നു. ഈ ക്യാമ്പിനകത്ത് ചെറിയൊരു ഇട്ടാവട്ടം, ഒരു 6 അടി × 3 ഇഞ്ച് ഇട്ടാവട്ടത്തിനകത്ത് 30 പേര് കിടക്കുന്ന ആലോചിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എത്ര ദിവസങ്ങളോളം അങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിന് അവിടെ എത്രയും, എന്റെ അറിവിൽ എത്ര ഉണ്ടെന്നറിയില്ല, 1000-ഓളം പേരെ കൊല്ലപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഇവർക്ക് യാതൊരു ഇതും പറയില്ല. കാരണം ഒന്നത് കറുത്ത വർഗ്ഗക്കാരാണ്, ക്രിസ്ത്യാനികളാണ്, കൊല്ലുന്നവർ മുസ്ലിങ്ങളാണ്. ഇവിടെ പറഞ്ഞ വോട്ട് പോവും, ഒറ്റപ്പെടും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ആഷിഖ് അബുമാരൊക്കെ അവരെ ഒറ്റപ്പെടുത്തും, സിനിമയിൽ അവസരം കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിനെതിരെയൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി.